സുഹൃത്തുക്കളെ, ഏകദേശം ഒരു 2 ദിവസം മുമ്പാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ കണ്ടത്. എനിക്ക് ഈ ആറോട്ടണ്ണൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച സന്തോഷ് വർക്കിയെ അറിയില്ല. ഒരുപാട് നല്ല അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ആളൊരു പാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എവിടെയോ ഒരു 10 പൈസയുടെ കുറവുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ശുദ്ധതകളും വക്രബുദ്ധി ഇല്ലായ്മയും ഒക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. പുള്ളി ഒരു സിനിമ കാണാൻ വന്നപ്പം, ആറാട്ടോ അങ്ങനത്തെ ഏതോ സിനിമ കാണാൻ വേണ്ടി വന്നപ്പം, മോഹൻലാലിൻ്റെ ഏതോ സിനിമ കാണാൻ വേണ്ടി വന്നപ്പം ഈ ഓൺലൈൻ മീഡിയക്കാരെല്ലാവരും കൂടി ഇവിടെ കാത്തിരിക്കുകയാണ് എന്താണ് അഭിപ്രായം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ലാലേട്ടൻ ആറാടുകയാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര വൈറലായി കഴിഞ്ഞപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളി പഴയ പല പരിപാടികൾ ഞാൻ പറഞ്ഞില്ല, ഒരു അബ്നോർമൽ മെൻ്റൽ കണ്ടീഷനിലൂടെ പോകുന്ന ഒരാളാണ് അദ്ദേഹം. വല്ലാത്തൊരു അസാധാരണത്വം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുണ്ട്. പക്ഷേ ആൾ പാവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൾ ബ്രില്യൻറ്റുമാണ്. ബുദ്ധി കൂടി കുറച്ച് മന്ദബുദ്ധിയല്ല, ബുദ്ധി കൂടിയിട്ടുള്ള ഒരു കുഴപ്പം അദ്ദേഹത്തിനുണ്ട്. ബുദ്ധി കൂടിയിട്ട് അതൊരു തരം വല്ലാത്ത സൈക്കോസിസിൻ്റെ തലത്തിലേക്ക് പോയി എന്നാണ് എനിക്ക് ആറാട്ടണ്ണനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. നേരിട്ട് സംസാരിച്ചിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. നമ്പറൊക്കെ നമുക്കിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഏത് ഓൺലൈൻകാരെ വിളിച്ചാലും നമ്പർ കിട്ടും, കാണാം ഒക്കെ ചെയ്യാം. ഞാൻ കരുതിയിരുന്നു ആദ്യം ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തണമെന്നൊക്കെ കരുതിയിരുന്നു, സംസാരിക്കണം എന്നുള്ളത്. എന്തിനാണ് ഒരാൾ ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ അവർക്ക് പരിഹസിക്കാനുള്ള ചിരിക്കാനുള്ള കഥാപാത്രമായിട്ട് മാറുന്നത്? ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കഴിവുള്ള, ബാക്കിയുള്ള കാര്യങ്ങളുടെ ഫിലോസഫിയും ഐഡിയോളജിയും ഒക്കെ പറയാൻ കഴിയുന്ന ഒരു ശേഷിയുള്ള, മാന്യമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള ചെറുപ്പക്കാരൻ അമ്മയെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ സഹോദരി US-ലോ മറ്റോ ഉണ്ട്. ആ സഹോദരിക്കും സഹോദരി ഭർത്താവിനും ഒക്കെ എത്രത്തോളം വിഷമമുണ്ടാവും ബാക്കി കുടുംബങ്ങളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിലൊക്കെ നാണക്കേടുണ്ടാവും ഇവൻ്റെ ഈ അവന് ആകെയുള്ള കുഴപ്പം വേറൊന്നുമില്ല. ഒരു പെൺകുട്ടിയും കയറി പിടിച്ചതായിട്ടോ ആരോടെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയതായിട്ടോ കണ്ടിട്ടില്ല. എല്ലാ സിനിമാ നടിമാർക്കും ഒന്ന് ഷെയ്ക്കാൻ കൊടുക്കണം. ആൾക്കാരടുത്ത് വിടുവയ്ക്ക് എന്നെ അറിയില്ലേ, അപ്പോൾ അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കാണ് നിങ്ങൾ വെറുതെ പറയുക. അതെന്ന് വെച്ചാൽ എന്നെ മലയാളികളായ 3.5 കോടി ജനങ്ങളും അറിഞ്ഞിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള രീതിയിലുള്ള മാനസികാവസ്ഥയുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെല്ലാവരും കൂടെ കൂടിയിട്ട് കുറേ ആൾക്കാർ, കാരണം ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ മാനസികമായ ചില ദൗർബല്യങ്ങളെ, അദ്ദേഹത്തിൻ്റെ ദുർബലമായ മാനസികാവസ്ഥയെ മുതലെടുക്കുകയും ചൂഷണം ചെയ്യുകയും അതുവഴി റീച്ച് ഉണ്ടാക്കാൻ പോവുകയും ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ ഞാൻ 2ാമത് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടത്തായിരുന്നു. ഇത് തോന്നി ഇദ്ദേഹം എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ അതും ചിലപ്പോൾ ഞാൻ ഏത് ചാനലിലോട്ട് ചെയ്താലും ചിലപ്പോൾ അവരെടുത്തിട്ടാൽ ഞാൻ പറയാതെ എടുത്തിട്ടില്ല. ഏത് ചാനൽ ചെയ്താലും ഞാൻ പറയുന്ന ഭാഗങ്ങൾ മാത്രമേ ഇടാവൂ. ഞാൻ ചെയ്ത ഏത് സാധനത്തുനിന്നും ഒരു കഷ്ണം പോലും എഡിറ്റ് ചെയ്ത് കളയാനും പാടില്ല എന്നുള്ളത് പറയാറുണ്ട്. ടൈറ്റിൽ, തമ്പ്, ഡിസ്ക്രിപ്ഷൻ എൻ്റെ കൺസെൻറ്റോട് കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഞാൻ എവിടെ ചെയ്താലും ഏത് ചാനലിൽ എൻ്റെ ഞാൻ ചെയ്യുന്ന ഒരു സാധനത്തിൽ കൈ വെക്കരുത്, ബിക്കോസ് ഇറ്റ്സ് മൈ ബേബി എന്നുള്ളത് പറയാറുണ്ട്. എവിടെ അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ടോ പോകാറ്. വലിയ സംഭവമായിട്ടോ വലിയ ആളായിട്ടോ ഒന്നുമല്ല, അതിനെക്കുറിച്ച് പറയുകയല്ല. പക്ഷേ അങ്ങനെയല്ല, ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ പറമ്പിൽ കളിക്കാൻ പോകുന്നുള്ള രീതിയിലാണ്. പക്ഷേ ആറാട്ടണ്ണൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറാട്ടണ്ണൻ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളെക്കുറിച്ച് അശ്ലീല പരാമർശം നടത്തുന്നു കരുതില്ല. നമ്മളൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ റഫായിട്ട് സംസാരിക്കും. അയാൾ ഒരു പാവം ഇങ്ങനെ വരുന്നു, എന്തോ ഒരു ഭ്രാന്തിൻ്റെ പുറത്താണ്. ക്രഷ് തോന്നുമ്പോൾ ഭാവനൊരു ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരണമെങ്കിൽ മാധവനോട് ക്രഷ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ആരും വലിയ മോശമൊന്നുമില്ല. പക്ഷേ ആറാട്ടണ്ണനായതിനു ശേഷം പിന്നീട് സിനിമാ രംഗത്തുള്ള എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ തുടങ്ങാന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ജഡ്ജ് ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. ഞാൻ വിനായകൻ്റെ വിഷയത്തിലും മമ്മൂട്ടിയുടെ വിഷയത്തിലൊക്കെ ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ൻകത്തിൻ്റെ വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞപ്പം 5000 ക്ലബിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആളാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ് കമലഹാസനെ കുറിച്ചും. പക്ഷേ ഇതിനെ വളരെ മോശമായിട്ട് പെണ്ണുപിടിയാൻ മറ്റേത് മറിച്ചെന്ന് പറയുന്നത്. കാരണം മോഹൻലാൽ പെണ്ണുപിടിക്കാൻ എന്തുകൊണ്ടെങ്കിൽ ചെയ്തോട്ടെ, മോഹൻലാൽ ഒരാളെയും അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്ത് തൊട്ടൊന്നും ഒരു പെണ്ണും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ഒരാളെയും മിസ്യൂസ് ചെയ്തെന്ന് പരാതി പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമായിട്ടാണ് പോയിട്ടുള്ളത്, അതായിക്കോട്ടെ. അതിൽ പരാതി ഉണ്ടാവേണ്ടത് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയ്ക്കോ മോഹൻലാലിൻ്റെ മക്കള് പ്രണവിനോ വിസ്മയ്ക്കോ ആണ്. അല്ലാതെ നാട്ടുകാർക്ക് തന്നെ പരാതി ഉണ്ടാവണ്ടേ? ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും കിടപ്പുറം പങ്കിട്ടെങ്കിൽ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് അവർ ആ സ്ത്രീകളോടെ പറയണ്ടേ? അല്ലാതെ അതിന് മോഹൻലാൽ ഉത്തരവാദിയല്ല. അവർ വില്ലിങ്ങായിട്ട് പോയതാ. മോഹൻലാൽ ആരും തട്ടിക്കൊണ്ടിട്ടില്ല, മോഹൻലാൽ ആരും റേപ്പ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. മോഹൻലാൽ ഈ വിഷയത്തിനകത്ത് അത്ര വിഷയാസക്തി ഉള്ള ആളാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യം. പക്ഷേ അതിനെ വളരെ മോശമായിട്ട് അവതരിപ്പിച്ച് ആറാട്ടണ്ണം പറഞ്ഞതിനോടൊക്കെ എനിക്ക് എതിർ അഭിപ്രായമുണ്ട്. കാരണം അങ്ങനെ എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയാം. മമ്മൂക്കയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള സോഴ്സും എവിഡൻസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ്. ബ്ലാക്ക്ബെറിയുടെ സ്പേസ് ഈ 2 നമ്പറുകൾ മാത്രം കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത്ര ദഹിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള കുറേ വിഷയങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ധൈര്യസമേതമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മേറമ്മയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ നാളെ കേസ് വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ വാഴട്ടണ്ണൻ അങ്ങനെ റിലവൻ്റ് ആയിട്ടുള്ള പിന്നെ എവിഡൻസ് സോഴ്സ് പിന്നെ അങ്ങനെ കൃത്യമായിട്ടുള്ള സോഴ്സ് ഒന്നും ഇല്ലാതെ പറഞ്ഞത്. മോഹൻലാലിനെ കുറിച്ച് പറയുമ്പം മോഹൻലാൽ സ്നേഹബന്ധങ്ങളുടെ കെയർ ഓഫിൽ ഒരുപാട് അപകടക്കെണിയിൽ പെടുന്ന ഒരാളാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നാരദ ന്യൂസിൽ പിന്നെ എൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു, ഞാനവിടെ ന്യൂസ് എഡിറ്ററായിരുന്നു. ഞാൻ 2 മാസം ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ പിള്ളേരെയൊക്കെ ശമ്പളം കൊടുക്കാതെ വന്നപ്പോൾ എൻ്റെ പൈസയെല്ലാം തന്നു. കുട്ടികളുടെയൊക്കെ സബ് എഡിറ്റേഴ്സായിട്ടൊക്കെ വരുന്ന വളരെ ഗതികെട്ട രീതിയിൽ വരുന്ന കുട്ടികളുടെ വരെ പൈസ കൊടുക്കായിരുന്നു. അവിടുത്തെ സ്റ്റാഫിൻ്റെ പലരെയും പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ വന്ന് ഈ പറ്റിക്കൽ പരിപാടി വന്നപ്പോൾ ഞാൻ വളരെ റഫായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ അസോസിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ മധുസോമലിൻ്റെ വീട്ടിൽ തന്നെ ആലുവിലേക്ക് വിളിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നടക്കാനൊക്കെ പോയി. അങ്ങനെയൊക്കെ ഉണ്ടാക്കുക വേറെ കാര്യം. ഇപ്പം എന്തായാലും പുള്ളിക്ക് സ്ട്രോക്കൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചിരുന്നു, ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. അങ്ങനെ വിളിക്കാതെ കാര്യങ്ങളൊന്നുമില്ല, നമ്പർ പോലും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. അന്ന് ആ വിവരം അറിഞ്ഞപ്പോൾ കാരണം എൻ്റെ സഹപ്രവർത്തകരായിരുന്നു, എൻ്റെ സുപ്പീരിയർ ആയിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് വിളിച്ചു. ഞങ്ങളൊരു പ്ലാൻ ചെയ്തിരുന്നു ഈ നാരദ ന്യൂസിൻ്റെ പിന്നെ ആഭിമുഖ്യത്തിൽ ഒരു മീഡിയ അക്കാദമി. കാരണം ഇപ്പം ഞാൻ ഇവിടെ ഏത് പിന്നെ MCJ മാസ്റ്റർ ഓഫ് പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, MCJ ജേർണലിസത്തിൽ PG കഴിഞ്ഞ് വരുന്നവർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ PG കഴിഞ്ഞ് വരുന്നവർ, PG ഡിപ്ലോമ കഴിഞ്ഞ് വരുന്നവർ. എനിക്കറിയാം തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ബൈമി കാമുകൻ എന്ന വാക്കിൻ്റെ അങ്ങനത്തെ ഒരു വാക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. പത്രം വായിക്കില്ല, ഒരു വിവരമില്ല. ഞാൻ ഈ മാഷന്മാരെയാണ് തല്ലേണ്ടത്. ജേർണലിസം പഠിപ്പിക്കുക സമൂഹത്തിൻ്റെ 4th എസ്റ്റേറ്റാ, ഒരു സൊസൈറ്റിയുടെ 4ാം അധികാരത്തൂണാ. അവിടെ ഉള്ളവർക്ക് പത്രം പോലും വായിക്കാത്ത അവസ്ഥയിൽ കുട്ടികളെ സിനിമയെക്കുറിച്ച് ധാരണയില്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സംഗീതത്തെക്കുറിച്ച് ധാരണയില്ല, പിന്നെ സാമൂഹികമായിട്ടുള്ള ധാരണയില്ല, ജിയോ പൊളിറ്റിക്സ് അറിയില്ല, സ്റ്റേറ്റ് അവരവരുടെ പഞ്ചായത്ത് പൊളിറ്റിക്സ് അറിയില്ല. ഈ അവസ്ഥയിലാകുമ്പോൾ ഈ അധ്യാപകരാണ് മോശക്കാർ. അവരവരെ സിലബസ് തീർത്തോടെ പോവുക. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കാരണം വെച്ചാൽ ഇത്രയും ഈ മേഖലയിൽ ഈ കോഴ്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികളൊക്കെ എന്തോ ഒരു സാധനങ്ങൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത് വരുന്നു എന്നല്ലാതെ ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളാവട്ടെ, ആൺകുട്ടികൾ പിന്നെ കുറച്ചുകൂടി ഫാർ ബെറ്റർ ആണെന്ന് തോന്നാറുണ്ട്. പെൺകുട്ടികളാണ് കൂടുതൽ മീഡിയ മേഖലയിലേക്ക് വരുന്നത് എല്ലാവരും. പക്ഷേ നമ്മൾ ജേർണലിസ്റ്റാണ് പറയുക, അങ്ങനെയുണ്ട്. ഇവരൊന്നും ഞാൻ എപ്പോഴും ഈ പിള്ളേരോടൊക്കെ പറയുന്ന കാര്യമുണ്ട്, നമ്മൾ ജേർണലിസ്റ്റുകളല്ലേ സാറേ, അപ്പോൾ പിന്നെ നമ്മൾക്ക് ചില സ്റ്റാൻഡ് വേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ നീയും ജേർണലിസ്റ്റ് ആയിട്ടില്ല, ഞാനും ജേർണലിസ്റ്റ് ആയിട്ടില്ല, ഞാനും കൂടെ ജേർണലിസ്റ്റ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് ആ പ്രശ്നം കഴിയുമല്ലോ. ഞാൻ ബേസിക്കലി ജേർണലിസ്റ്റ് അല്ല എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഒരു പ്രേക്ഷകൻ്റെ മനസ്സിൽ കണ്ണിലൂടെ കാര്യങ്ങളെ കാണുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമ്മളൊരു മീഡിയ അക്കാദമിയെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച സമയത്ത് അന്ന് പിന്നെ നാരദ ന്യൂസിൻ്റെ CEO ഹേമന്ത്, പിന്നെ രാമകൃഷ്ണനുണ്ട്, ഹേമന്തേട്ടനുണ്ട്, മാത്യു സാമുവലാണെന്ന് പിന്നെ ചീഫ് എഡിറ്റർ, ഞാൻ ന്യൂസ് എഡിറ്റർ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചു. പിന്നെ സഹശേഖരനുണ്ട് അവിടെ, പിന്നെ സീനിയർ പ്രൊഡ്യൂസർ. ആലോചിച്ചു എല്ലാം മാത്യു സാമുവലിൻ്റെ കെയർ ഓഫിലുള്ള ആൾക്കാരാണ്. ഒന്ന് ഇൻഫോസിസിൻ്റെ സ്ഥാപകത്തിൽ ഒരാളായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണൻ, ഒന്ന് പിന്നെ പ്രധാനമന്ത്രിയാകുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ പിന്നെ സെക്രട്ടറി ആയിരുന്ന IAS ഉദ്യോഗസ്ഥരായിരുന്ന വിരമിച്ച TK നായർ, ഒന്ന് മോഹൻലാലിന് പിന്നീടുമായിട്ട് സംസാരിച്ചു. മാത്യു സാമുവൽ മോഹൻലാലിൻ്റെ സംസാരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുമായിരുന്നു പലപ്പോഴും. മോഹൻലാൽ അങ്ങനെ പോയി കെടിപ്പെട്ടു. മോഹൻലാലിൻ്റെ ഒത്തിരി പൈസ മാത്യു സാമുവലായിട്ട് വിഴുങ്ങിപ്പോയി. അവിടെ പോയി സ്കോച്ചടിക്കുന്ന മാത്രമല്ല, കുറേ ആൾക്കാരെ എങ്ങനെ കെണി കൊടുത്തെന്നുള്ള പിന്നെ മാത്യു സാമുവലിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ അയാളെ അന്തമായി അത്രയും സ്നേഹിച്ചിരുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രാവശ്യം മദ്യപിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാരണം തെഹൽക്ക എന്ന് പറയുന്നത് വലിയ സംഭവമായിരുന്നു, തെഹൽക്ക ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ മോഹൻലാലിൻ്റെ ആയിട്ടൊക്കെ പിന്നെയുള്ള മോഹൻലാൽ പുള്ളിക്ക് അയച്ചു കൊടുക്കുന്ന മെസ്സേജ് നമുക്ക് ഫോർവേഡ് ചെയ്യും വാട്സപ്പിലുള്ള വോയിസ്. മോഹൻലാലും പുള്ളിയെ മാത്യു സാർ എന്നാണ് വിളിക്കുക. അങ്ങനെയുണ്ട്. മോഹൻലാലിനേക്കാൾ പ്രായത്തിൽ കുറവാണ്, പക്ഷേ മോഹൻലാൽ പുള്ളിയെ മാത്യു സാർ നിങ്ങട്ടാണ് വിളിക്കുക. മാത്യു സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഞങ്ങൾ ഒരുപാട് വോയിസ് ക്ലിപ്പുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ഞാനൊന്നും ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല, ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പിന്നീട് ഈ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ പോലും. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ മോഹൻലാൽ നിഷ്കളങ്കനാന്ന് മനസ്സിലായി. മോഹൻലാലിൻ്റെ ലക്ഷക്കണക്കിന് രൂപ മാത്യു സാമുവൽ ഓരോ പ്രോഗ്രാം പറഞ്ഞിട്ട് ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ടീം സോങ് നമുക്കിറക്കാം, അത് ലോകം മുഴുവൻ ഹിറ്റാവും എന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറ്റി ഈ മലബാറിലുള്ള അരീക്കോട് പോലെയുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിലൊക്കെ പിന്നെ മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള അവിടെയൊക്കെ ഒന്ന് ആകെ മാത്യു സാമുവൽ പോയിട്ട് എൻ്റെ സുഹൃത്ത് പിന്നെ നാടൻപാട്ട് പിന്നെ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള തിരുവാലി സുരേഷിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കനവ് തിരുവാലി എന്ന് പറയാം പിന്നെ സംഘടനയുടെ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടുന്ന് പുള്ളിയെ കൊണ്ട് കുറച്ച് നാടൻപാട്ടും പഠിപ്പിച്ചു. പിന്നെ പറഞ്ഞത് അടുത്ത സിനിമയെ മോഹൻലാലിന് വേണ്ട നിനക്ക് റോളൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും മാത്യു നല്ല ബന്ധം. സുരേഷ് എന്നോട് ചോദിച്ചു നല്ല ബന്ധമാണ്. ഞാൻ പറഞ്ഞാൽ പുള്ളി മോഹൻലാൽ തമ്മിൽ നല്ല ബന്ധമാണ്, കാരണം എനിക്ക് വോയിസ് ക്ലിപ്പൊക്കെ എനിക്ക് അയച്ചു തരുന്നത്. അല്ല, എന്നെ ലൗഡ് സ്പീക്കറിലിട്ടാണ് ഫോൺ ചെയ്തത് മോഹൻലാലിനെ. അപ്പോൾ ഞങ്ങളും കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മോഹൻലാൽ ഇങ്ങനെ നിഷ്കളങ്കത കൊണ്ട് വഞ്ചിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പുള്ളി ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു വോമനൈസർ എന്ന് പറയുന്ന ആക്ഷേപം ഒരു വശത്ത് നിൽക്കുമ്പം ആരും ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല. പാരന്റിങ്ങിൻ്റെ കാര്യത്തിൽ അയാളുടെ ഭാര്യയും വളരെ പെർഫെക്റ്റാണ്. മക്കളുടെ കാര്യത്തിനകത്ത് അനാവശ്യമായിട്ട് ഇടപെടാൻ പോകുന്നില്ല. പ്രണവിൻ്റെ ടേസ്റ്റ്, മോൾക്ക് മോളുടെ ഇഷ്ടം,
അവരെ കല്യാണത്തെക്കുറിച്ച് പോലും ആശങ്കപ്പെടുന്നില്ല. മക്കൾക്ക് പ്രായപൂർത്തിയാക്കി കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, അങ്ങനൊന്നുമില്ല. അങ്ങനെ തല്ലി പഠിപ്പിച്ചിരിക്കുമ്പോൾ പിന്നെ നെക്കി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാം. അപ്പോൾ ഈ മോഹൻലാലിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പിന്നെ ചില വാക്കുകൾ ആറാട്ടണ്ണൻ ഉപയോഗിച്ചിരുന്നു. അതിലൊക്കെ എനിക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ ആറാട്ടണ്ണനെ കഴിഞ്ഞ ദിവസം ഇവിടെ ആറാട്ടണ്ണൻ അത്യാവശ്യം സിനിമയുടെ ABCD അറിയുന്ന ഒരാളാണ്. ഇപ്പം അശ്വന്ത് കോക്കിനും അതറിയാം. പക്ഷേ അശ്വന്ത് കോക്കിന് എന്ന് വെച്ചാൽ ഒരു ഞാനാണെന്നുള്ളൊരു ഭാവമുണ്ട്. മലയാള സിനിമയിലെ റിവ്യൂവർ ഞാനാണെന്നുള്ളത്. അതിനു മുമ്പും പിന്നെ ഈ പ്രിന്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്ന കാലത്ത്, വിഷ്വൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത്, TV ഒക്കെ വരുന്നതിന് മുമ്പും നല്ല സിനിമാ നിരൂപകർ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ പലതും വായിച്ചിട്ടുമുണ്ട്. സിനിമയെക്കുറിച്ചൊക്കെ നിരൂപണം നടത്താൻ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ കുഞ്ഞതായിട്ടൊക്കെ നടത്താനൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ കഴിയും. നമ്മൾ കാണുന്നത് നമ്മുടെ ആസ്വാദനത്തിനനുസരിച്ചാണ്. ഒരു ബിരിയാണി, ഇപ്പോൾ തലശ്ശേരി ബിരിയാണി ഞാനും നിങ്ങളും നമ്മളൊരു 10 പേര് ഒരുമിച്ചിട്ട് കഴിച്ചാൽ എനിക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെടും, വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല, വേറൊരാൾ പിന്നെ ഓക്കെ കംഫർട്ടബിൾ ആണെന്ന് പറയും. ഹൈദരാബാദി ബിരിയാണി എനിക്ക് താല്പര്യമില്ല. ഒരുപാട് പേര് ഹൈദരാബാദി ബിരിയാണിക്ക് വേണ്ടി നടക്കുക. കാശ്മീരി ബിരിയാണി എനിക്ക് താല്പര്യമില്ല. എനിക്ക് മലബാറിലെ ദം ബിരിയാണി ഇഷ്ടം, വേറുള്ളവർക്ക് വേറൊന്നും ഇഷ്ടം. വേറുള്ള ചില പിന്നെ ഇപ്പം അൽഫാം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ 2 തരം അൽഫാം ഉണ്ട്. അല്ലെങ്കിൽ KFC മേടിക്കുകയാണെങ്കിൽ ചിലർക്ക് സ്പൈസിയാണ്, ചിലർക്ക് സ്പൈസി വേണ്ട. അപ്പോൾ ഒരു സിനിമ എടുക്കുമ്പം അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള സാധനം എല്ലാവർക്കും ഒരുപോലെ ആയിക്കണമെന്നില്ല. ഫൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഫൈറ്റ് മതി, അതിൽ ആവേശം കൊള്ളുന്നവരുണ്ട്. എനിക്ക് സെന്റിമെന്റ്സ് വല്ലാതെ ഞാൻ പിന്നെ അതിൻ്റെ ഓർമ്മയിൽ 2-3 ദിവസം ഞാൻ എൻ്റെ ദിവസം പോകുന്നുള്ളതാണ്. ആകാശദൂത്, അമരം പിന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ എന്നെ സംബന്ധിച്ചുള്ള എന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പിന്നെ ഇപ്പം സിനിമയ്ക്ക് അങ്ങനെ പോകാറില്ല. അപ്പം ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ അവനവൻ കണ്ട സിനിമയെക്കുറിച്ച് അവനോട് അഭിപ്രായം പറയാം. അതായത് എനിക്ക് ആ ബിരിയാണി ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു റിവ്യൂ നടത്തുമ്പം ഒരു മിതമായ ഭാഷയ്ക്കകത്ത് തിയേറ്ററിനകത്ത് തന്നെ റിലീസായ ദിവസം തന്നെ റിവ്യൂ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പൈസ മേടിച്ചിട്ട് സിനിമയെ തകർക്കാനോ പൈസ മേടിച്ചിട്ട് സിനിമയുടെ PR വർക്ക് ഏറ്റെടുക്കാനോ പ്രൊമോഷൻ വർക്ക് ഏറ്റെടുക്കാനോ നിൽക്കുന്നു കഴിഞ്ഞാൽ രണ്ടും അപകടകരമാണ്. സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞ നിർമ്മാതാക്കൾക്ക് ഇപ്പോൾ പറയട്ടെ, ഈ എന്താണ് സിയാദ് കോക്കർ, പുള്ളിക്ക് ഇഷ്ടപ്പെടുമല്ലോ. പുള്ളിയുടെ സിനിമ ഏറ്റവും നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ റിലീസായ അന്ന് തന്നെ പിന്നെ റിവ്യൂ പറഞ്ഞാലും പുള്ളി വേണമെങ്കിൽ അവന് വീട്ടിൽ കൊണ്ടിട്ട് എന്തെങ്കിലും കൊടുക്കുമല്ലോ. അപ്പോൾ അശ്വന്ത് കോക്ക് നെഗറ്റീവ് പറഞ്ഞപ്പോൾ അവനെ ഞാൻ വേണമെങ്കിൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നല്ലത് പറയുന്നവരെയും പറയുന്നവർക്കെതിരെയും കേസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ റിവ്യൂ പറയാൻ നിങ്ങളിപ്പോൾ റിവ്യൂ പറയണ്ടെന്ന് പറയണം. റിവ്യൂ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയണ്ട, അത്രയേ ഉള്ളൂ. അപ്പം എന്തായിരുന്നാലും അതൊക്കെ വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞ അശ്വന്ത് കോക്കിന് സിനിമയെക്കുറിച്ച് ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ അശ്വന്ത് കോക്ക് ഇപ്പോൾ മലയാള സിനിമയുടെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഞാനാണെന്നുള്ള ധാരണയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പുള്ളി ഏതോ ഒരു മായാലോകത്തേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷെ സിനിമയെക്കുറിച്ചിട്ടുള്ള സിനിമയുടെ A to Z കാര്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിനകത്ത് ഒരു തരം പോരിമ വരുന്നുണ്ട് എന്നുള്ളത് വിഷയമാണ്. ആറാട്ടണ്ണൻ അങ്ങനെയൊന്നുമില്ല. ആറാട്ടണ്ണൻ എന്തോ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റു, കുളിച്ചു, പല്ല് തേച്ചു, ഒരു പാൻറ്റും വലിച്ചു കയറ്റിയിട്ടു, ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് ഇറങ്ങി സിനിമാ തിയേറ്ററിൽ പോയി. അവിടെ ഏതെങ്കിലുമൊക്കെ മീഡിയക്കകത്ത് ഇപ്പോൾ വരണം, നിറഞ്ഞേക്കണം എന്നുള്ളതേ ഉള്ളൂ. ആർക്കും ഒരു ശല്യമില്ല. ആകെയുള്ളത് ഏതെങ്കിലും നടന്മാരും നടിമാരും വന്നാവുന്നു ഒരു പരിചയമില്ലാത്ത നടന്ന നടിയാണെങ്കിലും തോളെ തട്ടിയിട്ട് വലിയ അധികാരഭാവത്തോടുകൂടി തട്ടും. ഇതൊക്കെ ഇതിൻ്റെ ഒരു പിന്നെ അയാളെ മാനസിക നിലയുടെ ഭാഗമായിട്ടാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്കാരായിരിക്കണം നമ്മൾ. മനുഷ്യനായിട്ട് കാണണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, എൻ്റെ ജീവിതത്തിൽ ഒരാൾ ഞാൻ പിന്നെ ഒരു മനുഷ്യൻ പിന്നെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ വരുന്നു. അപ്പം എനിക്ക് ഇയാൾ മാനസികമായ വൈകല്യമുള്ള ആളാണെന്ന് എനിക്കറിയില്ല. ഭിന്ന മാനസിക ശേഷിയുള്ള ആളാണെന്ന് ഞാൻ ഈ ഭ്രാന്തനോ മാനസിക വൈകല്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് തോന്നണം. എന്തായിരുന്നാലും ടെക്നിക്കൽ ഭാഷ എന്ന് പറഞ്ഞാൽ ഭിന്ന മാനസിക ശേഷിയുള്ളതാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഇയാൾക്കെന്തോ അവശത കൊണ്ടാണെന്നൊക്കെ എഴുതിയിട്ട് ഞാനിങ്ങനെ ചെന്ന് ഇയാളെ പിടിച്ചെടിയിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇയാളെ മുഖത്തോട്ട് തുപ്പി. അപ്പം അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു അയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. ഒരാൾ മുഖത്ത് നമ്മൾ തുപ്പിയാൽ നമ്മൾ ഏതാവൻ നരേന്ദ്രമോദി പിന്നെ തുപ്പിയാലും പിണറായി വിജയൻ തുപ്പിയാലും അപ്പം കറത്തടിക്കില്ലേ നമ്മൾ? ഞാൻ അടിച്ചില്ല. പിന്നെ ഞാൻ പോയിട്ട് പിന്നെ കുപ്പിവെള്ളം കിട്ടിയില്ല. തൊട്ടടുത്ത കടയിൽ ചെന്നപ്പോൾ വെള്ളമില്ല. അവിടെ പിന്നെ സാധാ സോഡയുള്ളൂ. ആ സോഡ എടുത്തിട്ട് മുഖം കഴുകി. ഭയങ്കര സങ്കടം തോന്നി. ഞാൻ മനുഷ്യൻ്റെ കാര്യത്തിലാണ് സങ്കടം തോന്നിയത്. എനിക്ക് തുപ്പലെത്തിയിട്ടല്ല സങ്കടം തോന്നിയത്. അയാളെ അടിക്കാൻ പാടില്ലായിരുന്നു ആറാട്ടണ്ണനെ ഒരിക്കലും. ആറാട്ടണ്ണനെ അടിച്ചവരുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ അവർക്ക് വൈറലാകുക എന്നുള്ളതായിരുന്നു. അവർക്ക് മീഡിയയുടെ ശ്രദ്ധ കിട്ടുന്നുള്ളത്. പറഞ്ഞു വരുന്നത് ഈ പെൺകുട്ടിയും ഈ പയ്യനെയും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് വളരെ മോശപ്പെട്ട അടുത്താത്ത സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. വിഷയം അതാണ്. വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ഈ സൽമാൻ എന്ന് പറയുന്ന പയ്യനെയും ഈ ജസ്ലിൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയും വേറെ പയ്യനെയും, അതിപ്പോൾ ഇതിനകത്ത് വന്നിട്ടില്ല അഭിജിത്ത് എന്ന് പറയുന്ന പയ്യൻ്റെ മുഖമായിട്ട് സാമ്യമില്ല. ഇപ്പം അവനന്ന് താടിയില്ലാത്ത പയ്യനായിരുന്നു, ഇപ്പം താടി കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സൽമാൻ നിലമ്പൂർക്കാരനാണെന്ന് പറഞ്ഞാൽ നിലമ്പൂർ അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. CPM ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്,
BJP ആൾക്കാരുണ്ട്, കോൺഗ്രസ്സുകാരോട് ലീഗുകാരോടും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല, കേരള സംവിധാനങ്ങളില്ല. CPM ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ BJP ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡീറ്റെയിൽസ് എടുക്കണം എന്നുള്ളത്, അവൻ്റെ നാട്ടിലെ വിവരങ്ങൾ അറിയണം എന്നുള്ളത്. ജസ്റ്റിൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പിന്നെ പെൺകുട്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെങ്ങന്നൂർക്കാരി അവിടെ പോയിട്ട് പൊക്കണം എന്ന് കരുതുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടത്. കാരണം ഇവർ പിന്നെ ലുലുവിൽ മാളിൽ തന്നപ്പോൾ ഈ ആറട്ടനെ പിന്നെ അടുത്ത് മെക്കിട്ട് കയറുക, ഇയാളെ പിടിച്ചതല്ല, ഇയാൾ ആരെയും തല്ലാൻ പോകില്ല എന്നുള്ളത് അറിയാം, നമുക്കൊക്കെ അറിയാം. ഇതിങ്ങനെ അവിടെ ഇവിടെ നടക്കും. പല നടന്മാരും നടിമാരും വന്ന വലിയ പരിചയമുള്ളവരെ പോലെ, കാരണം എങ്ങനെയെങ്കിലും ആരെങ്കിലും ഓൺലൈൻ മീഡിയക്കാരെടുത്തിട്ട് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ലൈവായിട്ട് നിൽക്കേണ്ടതില്ല. പക്ഷേ മറ്റവനുണ്ടല്ലോ ഊളയാ, ഈ അലൻ ജോസ് പെരേര എന്ന് പറയണോ, ആ കുളിക്കാത്ത ഒരുത്തണ്ടല്ലോ, ആട്ടയം അഭിലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവനെ എല്ലാവരും കളിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞാൽ അവൻ്റെ രൂപം കണ്ടങ്ങനെ കളിയാക്കരുത്. അവൻ ചിലപ്പോൾ മുടി വളർത്തുന്ന ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ മുട്ടയടിക്കും, ഞാൻ ചിലപ്പോൾ താടി ഇത്രയും വളർത്തുന്നവരാക്കുക, അവനോട് ഇഷ്ടമാണ്. അപ്പോൾ അവനോട് മുടി അവൻ്റെ ഇഷ്ടമുള്ള പോലെ കൊണ്ടു നടക്കട്ടെ. ചിലപ്പോൾ സ്പ്രിംഗ് രൂപത്തിൽ കൊണ്ടു നടക്കും. അപ്പോൾ അല്ല, അവൻ കുളിക്കാറില്ല, അവൻ്റെ അടുത്ത് നാറ്റം വരുന്നുണ്ട്. അവൻ്റെ അടുത്ത് പോയാൽ അവൻ എന്തോ ഒരു പിന്നെ രീതിയിലാണ് നടക്കുന്നത്. അവൻ്റെ വിചാരം അവൻ ജോൺ അബ്രഹാം ആണെന്നാണെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇങ്ങനെയൊക്കെ ഇവരെ ഇപ്പം തന്നെ ഇപ്പോൾ അവരൊരു കാസ്റ്റിംഗ് കോച്ച് അടുത്തേക്ക് പോകുന്നുണ്ട്. പുതിയ ഷോർട്ട് ഫിലിമിലേക്ക് 20-നും 30-നും വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാരെ വേണമെന്നുള്ളത്. ഇതിൻ്റെ പ്രായം നോക്കണേ, അല്ല വേണ്ട, അത്രയും പ്രായം തോന്നിക്കുന്ന ആൾക്കാർ മതി എന്ന് പറഞ്ഞു. ഇവരെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ എന്താ നടത്തിക്കൊണ്ടിരുന്നത്? അവിടെ ഇവിടെയും പോയിരിക്കുക, കെട്ടിപ്പിടിക്കുക, മുമ്പൊടുക്കുക, തന്നെ എന്ത് ഷോർട്ട് ഫിലിമാണ് ഇവരെ, എന്ത് ഷോർട്ട് ഫിലിമാണ് വന്നേ? എന്താ തീം, എന്താ സബ്ജക്റ്റ്, എന്താ സ്ക്രിപ്റ്റ് എവിടെയുള്ളേ, എന്താ വന്നിരിക്കുന്നത്? എന്തെങ്കിലും ഒരു പിന്നെ സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം വലിയ നാട്ടൻ പിന്നെ മലയാളികളുടെ പ്രിയ താരം അലൻ ജോസ് പെരേര, പറയുന്ന ആരാ? അലൻ ജോസ് പെരേര. അവിടെ താന്ത എന്ന് പറയുന്നതിന് വിവരം കെട്ട ഒരുത്തൻ ജോസ് പെരേര. അയാൾ അതിനേക്കാൾ വലിയ കൂടാ. ഇവരൊക്കെ കൂട്ടിക്കുന്ന തള്ളയും പിന്നെ ഇവരുടെ അനിയത്തിയുണ്ട്, അവരൊക്കെ പിന്നെ ഇവനെ നിരക്കി നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇപ്പോൾ 10-23 വയസ്സുള്ള പിന്നെ ഇവൻ കരയോ മൂങ്ങുക. ടർബോ ജോസ് ആദ്യം മമ്മൂട്ടിയുടെ തന്തയ്ക്ക് വിളിച്ചു. എന്തിനാ വിളിക്കണേ? മമ്മൂട്ടിക്കെതിരെ ഞാൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ചത്തുപോയ പിന്നെ മമ്മൂക്കാൻ്റെ പിന്നെ അച്ഛനോ വല്യച്ഛനോ, അതായത് മാപ്പയോ വല്ലുപ്പയോ ഇറങ്ങി വന്നാലും പിന്നെ ഞാൻ മാക്ക് മാറ്റി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മരിച്ചു പോയാലേ പറയണേ? അച്ഛനും അമ്മയ്ക്ക് ആരും വിളിക്കാൻ പാടില്ല. എന്നെ കഴിഞ്ഞ ദിവസം അങ്ങനെ കുറേ തീവ്രവാദികൾ, മതതീവ്രവാദികൾ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് അവരുടെ ബാപ്പനും ഉമ്മനും പറഞ്ഞാൽ നോക്കില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മതബോധത്തെ നോവിക്കണം. അതുകൊണ്ട് ഞാൻ അവരെ പിന്നെ ദൈവസങ്കല്പങ്ങളെ മുഴുവൻ പൊളിച്ചടുക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയണമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മമ്മൂട്ടിയുടെ തള്ളയ്ക്ക് വിളിക്കണേ? മരിച്ചുപോയവരെ, മമ്മൂക്കിയുടെ ഉമ്മ മരിച്ചുപോയത് കഴിഞ്ഞ വർഷമാണ്. മമ്മൂക്കിയുടെ ഉമ്മയുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നതാണ് രമ്യയുടെ യാത്രയ്ക്കുക. ഞാൻ അവിടെ പോയിട്ട് രമ്യയുടെ അടുത്ത് സംസാരിച്ച് ആ ഫ്ലാറ്റിൽ പോയതാണ്. മമ്മൂക്കിയുടെ ഫ്ലാറ്റ് പുറത്തുനിന്ന് കണ്ടു, ഉമ്മയുടെ ഫ്ലാറ്റ് പുറത്തുനിന്ന് കണ്ടിട്ടുള്ളൂ. രമ്യയുടെ ഇൻ്റർവ്യൂ എടുത്താ. രമ്യയ്ക്ക് മമ്മൂക്കയുടെ ഉമ്മ കൊടുത്തത് ഖുർആനാണ് സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഖുർആനും രമ്യ ഉപയോഗിക്കുന്ന ഭഗവത്ഗീതയും കൂടി അടുത്ത് അവളെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. രമ്യയുടെ ഹസ്ബൻഡ് ദിൽചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. ഒരു മോളുണ്ട് +2. ആ മോളെനിക്ക് ഒരു ഉമ്മയും കൂടി തന്നിട്ടാണ് പറഞ്ഞയച്ചത് എന്ന് അവസാനിച്ചപ്പോൾ. ഞാൻ പറഞ്ഞു മോളെങ്കിൽ ഉമ്മ വരുമെന്ന് ചോദിച്ചു അങ്കിളിന്. അങ്ങനെ വിട്ടതാ. +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് കയറി. അന്ന് +2 ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇവരുടെയൊക്കെ പിന്നെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കിടന്ന് ഇവനെതിരെ ഭയങ്കര ആക്ഷേപം വന്നപ്പം ഞാൻ 23-ാം തീയതി ടർബോ റിലീസ് ചെയ്യുമ്പോൾ പോവും. കണ്ട പോലെ കുട്ടിക്ക് എനിക്ക് ബോഡി ഗാർഡ് ഉണ്ട്, എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്, ഈ ആട്ടയം അണ്ണൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് മോങ്ങുന്ന വീഡിയോ, കരഞ്ഞ് മാപ്പ് പറയുക, കരഞ്ഞ് വീഡിയോ ചെയ്യുക. അതിനിടെ കൂടെ പെണ്ണിനെ കൊണ്ടു കടന്ന് അവളെ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ചു. ഇവൻ്റെ പെങ്ങളെ കൊണ്ടുവന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവന് പറ്റുമോ? വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് അങ്ങനെ അവള് ഗതികെട്ട പെണ്ണ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവിടെ ഇവിടെ എല്ലാം കൊണ്ടു നടന്നിട്ട് ഇവനെ പിന്നെ ഇവൻ പറയുകയാണ് അവൾക്ക് എന്നേക്കാൾ പ്രായം കൂടുതലുണ്ട്. അഭിപ്രായം കൂടുതലുണ്ടെന്ന് ആദ്യം അറിയില്ലടാ നിനക്ക്. അല്ലെങ്കിൽ ആദ്യം പറയണം ഇങ്ങനെയൊക്കെയുണ്ട്. നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യാം, ഒരു ലിവിങ് ടുഗദർ പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ ഡേറ്റിങ്ങിലൊക്കെ ആവാം. അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കരുത്. ചീറ്റിങ് പാടില്ല. ഇവനിപ്പോൾ 21 വയസ്സിൽ ഇവൻ ഈ ചീറ്റിങ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനൊരു 40-45 വയസ്സാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? കേരളം കണ്ട 1-ാം നമ്പർ കൂടിയായിട്ട് പറഞ്ഞില്ലേ? അപ്പോൾ അവന് ഫിലിം റിവ്യൂ എന്തായാലും അറിയോ? ഈ പെരേര എന്ന് പറയുന്ന ഈ വിവരദോഷിക്ക് അവനെ കൊണ്ടു കടന്ന് അവനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന കുളിക്കാത്ത മറ്റോന് അവന് എന്തെങ്കിലും ഫിലിം റിവ്യൂ അറിയുമോ? ഒരു ഫിലിം റിവ്യൂ അറിയില്ല. ഏതെങ്കിലും ഒരു ഫിലിമിനെ ഒരൊറ്റ സിനിമയെക്കുറിച്ച് റിവ്യൂ നടത്താൻ പറ. കേരളത്തിൽ പിന്നെ നിങ്ങൾ പ്രേക്ഷകരോടും പറയാം, നിങ്ങളൊരു പിന്നെ സ്പേസ് ഒരുക്കി കഴിഞ്ഞാൽ അവർ സിനിമയെക്കുറിച്ച് റിവ്യൂ അറിയാം, അതേ സിനിമയെക്കുറിച്ച് ഞാനും റിവ്യൂ അറിയാം. രണ്ടു കൂട്ടർക്കും ഒരേ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പക്ഷെ അവിടെ അശ്വന്ത് കോക്കിന് റിവ്യൂ പറയാൻ അറിയാം. അശ്വന്ത് കോക്കിന് സിനിമയുടെ പിന്നെ ഒരു പ്രാഥമിക ധാരണയുണ്ട്. പ്രാഥമിക ധാരണയല്ല, ഒരു 2nd 3rd ലെവലിലുള്ള ധാരണയുണ്ട്.
പക്ഷെ എന്ന് വെച്ചാൽ അത് പിന്നെ ഞാനെന്നുള്ള ഭാവത്തിൽ കണ്ട മതി മറന്നിട്ട് അഹങ്കാരത്തോട് കൂട്ടി അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പ്രശ്നമുണ്ട്. അതൊക്കെ വളരെ രസമായിട്ട് ചെയ്യണ്ടേ, ചിരിച്ച് കളിച്ച് ചെയ്യണ്ടേ. നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ തിരിച്ചോണ്ട് പറയണേ, നമ്മൾ ആരും വലിയ സംഭവം ഒന്നല്ലാന്നേ, എല്ലാ മനുഷ്യരും ബുദ്ധിയുണ്ടെന്നേ. നമ്മളെക്കാൾ മിടുക്കരായ ആൾക്കാർ വേറെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെപ്പോലെ ഈ സ്മാർട്ട് ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. നമ്മളെക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അതിലേക്കാണ് വരുന്നത്. ആ അനുഭവം കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കുക. ഞാൻ ഈ ചെറുക്കനും പെണ്ണെ കഥ പിന്നെ അതിനിടയ്ക്ക് പറയുന്നതിനിടയ്ക്ക് വഴിമാറിപ്പോയെന്നേ ഉള്ളൂ. ഈ ജസ്ലിൻ എന്ന് പറയുന്ന പെൺകുട്ടിയും ഈ സൽമാൻ എന്ന് പറയുന്ന ചെറുക്കനെ അവരുടെ മുഖം അന്ന് ഈ വീഡിയോയ്ക്കകത്ത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവരെ കണ്ടിട്ടുള്ളൂ എന്നുള്ള എനിക്ക് ഓർമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബന്ധപ്പെട്ട 1-2 പേരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു. സംഭവം ഇത്രയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്. അപ്പോൾ ഇവിടെ കാക്കനാട് ഏതാ ഏരിയ എന്ന് ഞാൻ പറയുന്നില്ല. കാക്കനാട് ഒരു പിന്നെ ചെറിയ ഈ പിന്നെ മറ്റേ മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇട്ട് കൊടുത്തിട്ട് നടത്തുന്ന തട്ടുകട പോലെയുള്ള പെട്ടിക്കട പോലെയുള്ള ഒരു കട, ചായക്കട നടത്തുന്ന ഒരു ഇക്കയുണ്ട്. പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഈ പെട്ടിക്കടക്കാർക്കെല്ലാം ഈ ചുട്ടപത്തിരി ആവട്ടെ, ബോണ്ടയാവട്ടെ, ഉണ്ടയാവട്ടെ, സവാള വടയാവട്ടെ, ഉഴുന്നുവടയാവട്ടെ, ഇതെല്ലാം ഒരു പഴംപൊരി ആവട്ടെ, ഇവർ പുറത്തു നിന്നുള്ള ആൾക്കാർ സപ്ലൈ ചെയ്യുന്ന മേടിക്കുക. പുള്ളി അപ്പം ആവശ്യമുള്ളത് ഇങ്ങനെ ഉണ്ടാക്കും. ഒരു 10 എപ്പോഴും പുള്ളിയുടെ പിന്നെ ഷോക്കേസിൽ ഉണ്ടാവുള്ളൂ. പുള്ളി അത് തീരാതാകുമ്പോഴത്തേക്കും ആൾക്കാർ ചായക്ക് വരുന്നതനുസരിച്ച് പുള്ളി പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുള്ളി അടുത്ത് പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റും. അത് ഫ്രഷ് സാധനം കിട്ടും. എണ്ണയ്ക്കകത്ത് അങ്ങ് മുറിച്ചെടുക്കില്ല. നമ്മൾ പറയുന്ന മൂത്ത് വേണ്ടിയവർക്ക് അങ്ങനെ കൊടുക്കും, അല്ലാത്തവർക്ക് പിന്നെ അധികം മൂക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. ആ അളവിൽ കൊടുക്കും. പുള്ളി അങ്ങനെ കൊടുക്കുന്നതിരിക്കുക. പുള്ളിക്ക് സ്കൂട്ടി ഉണ്ട്. ആ സ്കൂട്ടിക്കകത്ത് കണ്ണാസിനകത്ത് വെള്ളമൊക്കെ വെച്ചോണ്ട് ഒരു ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചിലപ്പോൾ ഞാനൊക്കെ അവിടെ പോയിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്നതായിരുന്നു കഴിഞ്ഞ 3 വർഷമായിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം ഞാൻ താമസിക്കുന്നുണ്ട് ഒരുപാട് ദൂരം പോകണം. ഇപ്പോൾ ആലച്ചോടിൻ്റെ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 3-4 കിലോമീറ്റർ ഓടിച്ച് പോകണം. എന്നാലും ഞാൻ അന്ന് മാവേലിപുരത്ത് താമസിച്ചപ്പോൾ സമയത്ത് അവിടെ പോയിരുന്ന അങ്ങനെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടെ പോകും. സോറി, മാവേലിപുരം എന്ന് പറഞ്ഞാൽ മാവേലിപുരത്തല്ല കേട്ടോ, ഉള്ള കട. ഇനിയിപ്പോൾ അങ്ങനെ ആരും തെറ്റിയിരിക്കണ്ട, പുള്ളിയെ ആരും ട്രേസ് ചെയ്യാൻ നോക്കണ്ട. ഈ പിന്നെ ഒരു സാധാരണ പഴയ നോക്കിയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനിവിടെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ മീഡിയയിലാന്നൊക്കെ ഇങ്ങനെ വേറെയുള്ള ആൾക്കാരെ കൂടെ ചായ കുടിക്കാൻ വരുന്നവർ ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളിയോട് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് ചോദിച്ചു. പുള്ളിയെ കമ്മ്യൂണിസ്റ്റ് അനുഭവിക്കുക. പിന്നെ പുള്ളിയുടെ സുഹൃത്തുണ്ട് ചേട്ടൻ. പുള്ളിക്ക് പരിപാടി എന്ന് വെച്ചാൽ ഈ ആൾക്കാർക്ക് വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കുക, അതിന് കമ്മീഷൻ മേടിക്കുക. പകുതി പിന്നെ റെൻറ്റിൻ്റെ പകുതി ഓണർ അടുത്തും കിട്ടും, പകുതി എടുക്കുന്നവരടുത്തും കിട്ടും. പിന്നെ ഈ ഹൗസ് ഷിഫ്റ്റിങ്, അപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഗുഡ്സല്ല 4 വീലർ വണ്ടിയൊക്കെ ഉണ്ട്. അതിനകത്ത് 1-2 ആൾക്കാരെയും കൂടെ വിളിച്ചിട്ട് അത് കരാറെടുക്കുക. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. ഈ ചേട്ടൻ്റെ പേരും പറയുന്നില്ല, ഇങ്ങനെ പേരും പറയുന്നില്ല. പരിചയപ്പെട്ടു. പിന്നെ അപ്പം ഞാൻ അന്നൊക്കെ ഈ 2021 പറഞ്ഞാൽ മദ്യപിക്കുന്ന സമയത്ത്, അപ്പം ആ സമയത്ത് അങ്ങനെ പരിചയമായി. അപ്പം ഇവർ ഈ ചേട്ടൻ ഇപ്പം കടിക്കും. ഈ ചൂട് കാലത്ത് മാത്രം എന്നോട് പറഞ്ഞു, മഴക്കാലത്തില്ല, ജൂൺ മാസം ആയിട്ടുള്ള ഇപ്പം എന്തായാലും കഴിക്കലുണ്ടാവില്ല. കാരണം വെച്ചാൽ അത് മറ്റേത് പിന്നെ ഞാൻ ഇത്രയും പണിയെടുത്തിട്ടില്ല, വീട്ടുകാരും പ്രശ്നമാക്കില്ല. പക്ഷേ ഞാൻ എപ്പോഴും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മോൻ പഠിക്കുന്നത് മോളെ കെട്ടിക്കാനായി, മോനൊക്കെ എതിർപ്പാണ്. പുള്ളി ഒരു ബിയർ അടിക്കും ചൂട് കാലത്ത്. അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു പിന്നെ 7 മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും. അടച്ച് പുള്ളി വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വരും. പിറ്റേന്തിക്കുള്ള വെള്ളവും കുറച്ചുകൂടെ കൊണ്ടുവന്ന് വെക്കും. അപ്പോഴത്തേക്ക് മറ്റേ ചേട്ടൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് വരും. എന്നിട്ട് ഞാൻ അല്ലെങ്കിൽ ചേട്ടനോ ബിവറേജിൽ പോയിട്ട് സാധനം മേടിക്കും. വരുന്ന വഴിക്ക് ബാറിൽ നിന്ന് തണുത്ത ബിയർ പുള്ളിക്ക് വേണം. ബിവറിൽ നിന്നാകുമ്പം പിന്നെ വേറെ ബ്രാൻഡാണ്, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടെങ്കിൽ അപ്പം മേടിക്കും. അവിടെ തണുത്ത് താഴത്തെ കൗണ്ടറിൽ കിട്ടൂല്ല. നമ്മളൊക്കെ എന്താ പറയുക, ചെറിയ ബ്രാൻഡാണ് അടിക്കാറുണ്ടായിരുന്നത് അന്നൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വരും. ഞങ്ങളൊരു 7 മണിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരിക്കും. ആ സമയത്ത് എൻ്റെ ഫോണിലാണ് ഇവർ രണ്ടുപേരും എൻ്റെ വീഡിയോസ് കാണുക. ചേട്ടനും അവർ രണ്ടുപേരും ഒരു 10-60 വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ബന്ധമാണ്. എൻ്റെ ഫോൺ അവരെടുത്ത് കൊടുക്കുക. അപ്പോൾ കാണും, ഇവർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയും, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. പക്ഷേ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം പിന്നീട് ഞാൻ ഈ കുറച്ച് കാലം ഇതിൽ നിന്നൊക്കെ മദ്യത്തിൽ നിന്നൊക്കെ വിട്ടു തന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം അപ്പോൾ ഇവരെ പരിപാടി ഞാനില്ല, മറ്റൊന്ന് ഈ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുക. ഇവരെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ അവിടെ ജനോ ബാറിൽ പോകും, തൃക്കാക്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിനടുത്തുള്ള. ഒരു ദിവസം കൊണ്ട് എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ അന്നൊക്കെ ഞാൻ ഈ മാർച്ച് മാസത്തിലൊക്കെ അവിടെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പം ഞാനെന്ന് വെച്ചാൽ പിന്നെ അതേപോലെ അതിന് മുമ്പ് ഞാൻ നടക്കാൻ പോയിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃക്കാക്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിനോട് പോകുന്നതിന് മുമ്പ് ഞാൻ രസകരമായിട്ടുള്ള, മഴയില്ലാത്ത സമയത്ത് വേറെ രസകരമായിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പൈപ്പ് ലൈൻ റോഡ് വന്നിട്ട് എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിലേക്ക് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് കളമശ്ശേരിക്ക് പോകുന്ന വഴി. കാരണം അവിടെ വരെ ട്രാഫിക് ഇല്ല. അവിടെ വരെ ഭയങ്കര ബ്ലോക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ട്രാഫിക് ഇല്ല. ഒരു 5-6 കിലോമീറ്റർ കളമശ്ശേരി HMT ജംഗ്ഷനിൽ അവിടെ വരെ നടക്കാം.
തിരിച്ചും വരാം. ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 9 കിലോമീറ്റർ, അപ്പോൾ ഒരു 1.5 മണിക്കൂർ നടത്താം. അങ്ങനെ ഇപ്പോൾ നടക്കാൻ പോകണ്ടായിരുന്നു. ഇപ്പോൾ നടക്കാൻ പോകുന്നത് പടമുകളിനടുത്ത് പാലച്ചോട്ടിലുള്ള സാറ്റലൈറ്റ് ടൗൺഷിപ്പിലാണ്. അപ്പോൾ അവിടെ അവന്യൂ 1 നിന്ന് അവന്യൂ 7 വരെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നടത്തായി. അപ്പോൾ ഞാൻ ആ സ്റ്റേഡിയത്തിലൂടെ നടക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ പിന്നെ ഒരു മാർച്ച് മാസത്തിലാണ്. ഞാനപ്പോൾ മദ്യപിക്കാറില്ല. ആ സമയത്ത് പുള്ളി വിളിക്കുന്നു, എവിടെയല്ലേ? ഞാൻ പറഞ്ഞു ഞാനിവിടെ പിന്നെ പൈപ്പ് ലൈനിൻ്റെ റോഡിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, പടമുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞു നീ ഇങ്ങോട്ടൊന്ന് വരണം എന്നാണ്. ഒന്ന് നീ വരുമ്പം നേരെ ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾ ജനോപാറിൻ്റെ അവിടെയുണ്ട്, പിന്നെ നീ അതിനിപ്പുറത്തെ റോട്ടിൽ എടുത്തിട്ട് അങ്ങോട്ട് വരാമെന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചു. നിൻ്റെ അടുത്ത് വീഡിയോ ഉള്ള ക്യാമറയല്ലേ, അതുകൊണ്ട് സാധനം എടുക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താ കാര്യം? എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ ബാറിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കയ്ക്ക് ചണ്ട ചൂടല്ലേ, ഒരു ബിയർ അടിക്കാം. മറ്റേ ചേട്ടന് 2-3 പെഗ് അടിച്ചിട്ടുണ്ട്, 2 പേരുമുണ്ട്. അപ്പോൾ അവിടെ ജനോബാറിലൊക്കെ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കിയുള്ള നമ്മൾ മലപ്പുറത്തെ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെ പോലെയോ അല്ല. ജനോബാറിലൊക്കെ പെൺകുട്ടികളൊക്കെ ഇഷ്ടം പോലെ, പിന്നെ എറണാകുളത്തും തിരുവനന്തപുരത്തുള്ള ബാറുകളിലൊക്കെ പെൺപിള്ളേർക്ക് ഇഷ്ടം പോലെ നടിക്കുന്ന ആൾക്കാർ സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള പെൺപിള്ളേർക്ക് ഞാൻ പിന്നെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ വീക്കെൻഡിലൊക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം ഒരുമിച്ചുണ്ടാക്കി ഒരുമിച്ച് കഴിച്ച് ഒരുമിച്ച് പിന്നെ മദ്യപിക്കുകയും ഒക്കെ ചെയ്യും. ഉറങ്ങാൻ നേരത്ത് മാത്രം ഓരോരുത്തരും അവരവരുടെ റൂമിൽ പോകും. ഞാനവിടെ ഹാളിൽ എനിക്ക് വേണ്ടിയിട്ടൊരു മാട്രസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടക്കുമായിരുന്നു. നാളെ ദിവസത്തിലൊക്കെ അപ്പോൾ ഞാൻ വീക്കെൻഡിൽ മാത്രമേ പോകുള്ളൂ. മറ്റവരൊക്കെ അവിടെ താമസിക്കുന്നവരാ, ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടി ഒരുമിച്ച് താമസിച്ചിരുന്നത്. അവരുടെ ബെഡ്റൂമുകളോ അവരവരുടെ ബെഡ്റൂമുകൾ അവർക്കുള്ളത് അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവർ പറഞ്ഞു ഒരു കൊച്ചുകുട്ടിയെ, പിന്നെ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ട് മദ്യപിക്കാൻ വേണ്ടിയിട്ട് 2 ചെറുപ്പക്കാർ വന്നു. അവർ വന്നിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങി. അപ്പോൾ അവരവിടെ വന്നിരുന്നപ്പോൾ ചെറിയ കൊച്ചാണല്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി. നീളമൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ കൊച്ചാന്ന് തോന്നി. സ്കൂളിൽ പഠിക്കുന്ന വല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നാണോ സംശയമുണ്ട് എന്ന് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ശ്രദ്ധിച്ചു. കാരണം ഇവരുടെ മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അങ്ങനെ വന്നിട്ട് ഇവർ ശ്രദ്ധിച്ചപ്പം ഈ ജനോപാറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് താഴോട്ട് സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. ഇവരങ്ങോട്ട് മാറി നിന്നിട്ട് അവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട്, അവിടെ നിന്നിട്ട് ബീഡി വലിക്കുന്നു. സിഗരറ്റ് വിളിച്ചവർക്ക് അത്രയും സംശയം തോന്നില്ല. സിഗരറ്റ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള പെമ്പിളാരൊക്കെ വലിക്കുന്നതായിരുന്നു. എല്ലാവരും അല്ല, വലിക്കാത്തവരുണ്ടൊക്കെ ഉണ്ട്. വലിക്കാത്തവരും നമ്മളെ കൂടെ അന്നത്തെ ഈ വീക്കെൻഡിൽ വന്നിരിക്കും. സിഗരറ്റ് വെള്ളം അടിക്കാത്തവരും വലിക്കാത്തവരൊക്കെ അവിടെ തന്നെ ഇരിക്കും. അവർ ഭക്ഷണം കഴിക്കും. എല്ലാവരും കൂടെ കൂടി വർത്താനം പറയും. അങ്ങനെയായിരുന്നു. ഭയങ്കര രസമുള്ള അനുഭവമായിരുന്നു. ആർദ്ര ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇവരിത് ശ്രദ്ധിച്ചു. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ഒരു പിന്നെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ ഈ പിന്നെ ഇവർ ബീഡി വലിച്ചപ്പം, ബീഡി എന്ന് പറയുമ്പോൾ പൊതുവേ അവിടെ ബീഡിക്കകത്ത് വലിക്കുന്നത് കഞ്ചാവിൻ്റെ സാധനം ഇട്ടാണ് വലിക്കാം. അതിനകത്ത് എനിക്ക് ഒരുപാട് എവിഡൻസ് ഉണ്ട്. ഞാനും ദിനേശ് പിടിയും ബാക്കിയുള്ള ബീഡിയൊക്കെ വാങ്ങി വലിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പുകയുടെ അംശം കുറയ്ക്കാമെന്ന് കരുതിയിട്ട്, നിക്കോട്ടിൻ്റെ അംശം കയറുന്ന കുറയ്ക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്ന് ഇവർ വലിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ കാർ എടുത്തിട്ട് ഈ ഗ്രൗണ്ടിനകത്തിട്ട് കയറ്റി. ഇപ്പം എന്തായാലും ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. കാരണം ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഗ്രൗണ്ടിലേക്ക് കയറുന്ന എൻട്രി ഒരു പൈപ്പൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ബ്ലോക്ക് ചെയ്തു. അന്ന് കുറച്ച് സീനുണ്ടായി. ഈ കാർ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെയും ഡൗട്ട്. കാരണം കൊച്ചു പെൺകുട്ടിയും കൊണ്ടാണ്, 2 ആണുങ്ങളും ഉണ്ട്. മറ്റവൻ ഇവരിവിടുന്ന് ശ്രദ്ധിക്കുകയാണ്. അവർ വിചാരം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഇവർ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. വേറെ ഉള്ളവരൊക്കെ അവരോട് കള്ളുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവർ പുറത്തിറങ്ങി ഇങ്ങനെ നിന്ന് ഇരുട്ടത്ത് നിന്നിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഇപ്പുറത്തൊരു പണ്ട് മീൻ കച്ചവടം നടത്തിയിരുന്നൊരു സ്ഥാപനമുണ്ട്. ഇപ്പോൾ ലൈസൻസ് റദ്ദായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല. അതിൻ്റെ പുറകിൽ നിന്നു ഇവരിത് ഒബ്സർവ് ചെയ്തത് വേറെ ഉദ്ദേശത്തിലൊന്നുമല്ല. സദാചാര പോലീസിങ്ങിനോ അല്ലെങ്കിൽ പിന്നെ അസൂയ കൊണ്ടോ എനിക്ക് കിട്ടാത്ത അവരനുഭവിച്ചു എന്നുള്ളതൊന്നല്ല. ഇവർക്ക് 2 പേർക്ക് ആ പ്രായത്തിലുള്ള മക്കളുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ അവർക്ക് ഒരു സംശയം തോന്നി. അപ്പോഴാണ് ഇവരെന്നെ വിളിക്കുന്നത്. കാരണം ഇവർ ഈ നോക്കിയപ്പോൾ ഈ മുമ്പിൽ മറ്റൊരു 2 പേരും പുറകിൽ കയറിയ, മുമ്പിൽ കയറിയവനും ഇപ്പുറത്തെ സൈഡിൽ കൂടി പുറകിൽ കയറിയിരുന്നു. ഈ ബീഡി വലി കഴിഞ്ഞ ശേഷം വണ്ടി ഉള്ളിലിട്ടിട്ട് അതിനകത്ത് വണ്ടി കയറ്റാൻ അനുമതിയില്ലാത്തതാണ്. ഉച്ച സമയത്തൊക്കെ ചില ആൾക്കാർ ഡ്രൈവിംഗ് പരിശീലനത്തിന് വേണ്ടി കയറ്റുന്നത്. ഇപ്പോൾ അതുമില്ല, കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി ഈ സംഭവത്തിന് ശേഷം മാർച്ച് മാസത്തിലാണ്. അപ്പോഴാണ് ഇവർ വിളിക്കുന്നത്. ഇവർ വിളിച്ചിട്ട് ഇവർക്ക് പിന്നെ അത്ര അടുത്ത് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാൽ തന്നെ ഇവരിങ്ങനെ മറ്റൊരു ശ്രദ്ധിക്കുന്നില്ല. മറ്റൊരു അവരവരുടെ ലോകത്ത് മുഴുകിയിരിക്കുക, വെള്ളമടിച്ചിട്ട് പോയിരിക്കുക. കഞ്ചാവ് കൂടെ വലിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടു. ഈ പെങ്കുച്ച നടുവിലിരിക്കുക. പക്ഷെ അപ്പുറത്തുള്ളവർ വേറെ കിളികളിൽ ഏർപ്പെട്ട് ഇരിക്കുന്നു. ഈ കുട്ടിയെ വഴങ്ങി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഇവർക്ക് ഗ്ലാസ്സിൽ കൂടെ ചെറുതായിട്ട് അവ്യക്തമായിട്ട് കാണാൻ പറ്റി. അപ്പോഴാണ് എന്നെ മാറി നിന്നിട്ട് വിളിക്കുന്നത്. ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കണ്ട, ഇവർ എൻ്റെ ഫോൺ വീഡിയോ ഉണ്ട്, ഇവർക്ക് നോക്കിയേ ഉള്ളൂ, എടുത്തിട്ട് അറിയിക്കണം, വീട്ടുകാരെ അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുകിൽ നമുക്കവിടെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് പോലീസിനെ വിളിക്കാം എന്നുള്ളത്. സ്കൂൾ കുട്ടിയാണെന്ന് ഉറപ്പ് വേണം, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കണ്ടിട്ട് സ്കൂൾ കുട്ടി അമ്മ അത് പറയാൻ പറ്റില്ല. എൻ്റെ അനിയത്തെയും കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ 40 വയസ്സ് കഴിഞ്ഞെങ്കിൽ അവളെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും അവളെ ഞങ്ങൾ 3 പേരിലേറ്റവും അവളെയും താഴെ ഒരാളുണ്ട്, അവളെക്കാളും ഇളയത് പിള്ളേർന്നു കണ്ടാൽ തോന്നുന്നു പറയും. മുടി അവിടെ ഇവിടെ നനച്ചു തുടങ്ങിയിരുന്നത്. ഡെയ്ത് കഴിഞ്ഞാൽ അറിയില്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ഓരോരുത്തരെ ശരീര പ്രകൃതിക്ക് അനുസരിക്കും, അല്ലാതെ മാറി വന്നിട്ട് അങ്ങനെ 23 വയസ്സിന് താഴെ കൊടുക്കാൻ സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന് പിന്നെ ഇവർ വന്ന് ഞങ്ങൾ ഈ കാറിനെടുത്ത് പോയി.
ഇവരിത് ശ്രദ്ധിക്കുന്നില്ല. അടുത്ത നമ്മളിങ്ങനെ അവ്യക്തമായിട്ടാണ് കാണുന്നത്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ സൈഡിൽ കൂടിയാണ് കാണുന്നത്, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. ഈ പെൺകുട്ടി ഏറെക്കുറെ അർദ്ധം തന്നെയാണ്. ഇവർ രണ്ടുപേരും പിങ്കി സെക്സ് ചെയ്യുക, ഞാൻ പറഞ്ഞ ഇൻ്റർകോഴ്സോ ബാക്കിയുള്ളതല്ല, ഒരു തരം കേളിയിൽ ഏർപ്പെടുക. നമ്മൾ ഡോറെ തട്ടി പെട്ടെന്ന് ഇവർ ശരിയായി. ഈ കുട്ടി പെട്ടെന്ന് ഡ്രസ്സ് ഇടുന്നു, ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സൽമാൻ എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടേ, അപ്പോൾ നമ്മൾ കയറി പിടിച്ചു. എന്താ എന്നിട്ട് പിന്നെ അപ്പം ഈ പെൺകുട്ടി ഇറങ്ങി. അവൾ ഇങ്ങനെ കുരച്ചോണ്ട് പട്ടി കുരയ്ക്കുന്ന പോലെ വീഡിയോ എടുത്താൽ മതിയായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ പറഞ്ഞു, പിന്നെ എന്താ ഇവിടെ പരിപാടി? ഞങ്ങളോട് സംസാരിച്ചിരിക്കുക, ഞങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരാണ്. അത് പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ, ഞങ്ങൾ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരാണ്, ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പോലീസിനെ വിളിക്കും, ഞങ്ങൾ നിങ്ങളിവിടെ എന്താ കാണിച്ചെന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്, വീഡിയോ നിർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർ പോലീസിനെ വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എന്താ ഇവിടെ എന്താ നിങ്ങൾ, ഞാൻ പറഞ്ഞ മോളെ സ്കൂളിലാണ് പഠിക്കുന്നത്, ചട്ടടിക്ക് വളരെ സൈക്കോളജിക്കലി, കാരണം പെട്ടെന്ന് ഏതാ സ്കൂളെന്ന് പറയുമല്ലോ എന്ന് എഴുതിയിട്ട് അറിയാതെ പറഞ്ഞു പോയാൽ ഇവിടെ പ്രായപൂർത്തിയാവാത്താണെന്ന് അറിയിക്കാലോ. ഞാൻ സ്കൂളിൽ നിന്നല്ല പഠിക്കുന്നത്, ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുക. എത്ര വയസ്സായിരുന്നു ചോദിച്ചു. 18 വയസ്സ്. പക്ഷെ ഇപ്പം അറിയുന്നു അവൾക്ക് 18 വയസ്സ് ഇപ്പം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ 17 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 18 വയസ്സ് ജസ്റ്റ് പൂർത്തിയായിട്ടേ ഉള്ളൂ ഈ കേസ് വന്നപ്പോൾ. ആറാട്ടനെതിരായിട്ടുള്ള പരാതി കൊടുത്ത പെണ്ണ് ഇപ്പോൾ ഹണി ട്രാപ്പ് കേസിൽ അവളും ഈ പറയുന്ന ഈ പിന്നെ അവളെ കൂടെയുള്ള അവനും കൂടെ സൽമാനും കൂടെ, നിലമ്പൂർക്കാരൻ സൽമാനും ഇവള് ചെങ്ങന്നൂർക്കാരിയാണ് ജസ്റ്റിൻ, ഇവർ രണ്ടുപേരും കൂടെ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അവരെ കൂടെയുള്ള മറ്റേ ചെറുപ്പക്കാരൻ്റെ മുഖമല്ല ഇപ്പം ഈ അഭിജിത്ത് വന്ന് പിടിച്ചവനെ അന്ന് കണ്ടത്. അതിനിപ്പോൾ അവനിപ്പോൾ താടി വെച്ചുകൊണ്ടാണോ അന്ന് താടി ഇല്ലാതിരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. രൂപത്തിലാകെ ഒരു അവ്യക്തതയുണ്ട്. വളരെ മോശപ്പെട്ട കണ്ടീഷനിലാണ് കണ്ടത്. ഇവർ രണ്ട് ആണുങ്ങളും എന്തായാലും അവളെ അങ്ങനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അവിടെ റൂം എടുത്തിട്ട് ഫിസിക്കലി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ യൂസ് ചെയ്യപ്പെടുമ്പോൾ ഈ 18 വയസ്സിൽ ഇപ്പോൾ അവളെ കഴിഞ്ഞ ദിവസം ഹണി ട്രാപ്പ് കേസിൽ പിടിച്ചു. 2 ലക്ഷം രൂപ ഒരാളെന്ന് എടുത്തു, പിന്നെ 3 ലക്ഷത്തിന് ക്ലെയിം ചെയ്തിരിക്കുക. എന്നിട്ട് ഇവരാണ് ആറാട്ടണ്ണൻ്റെ അടുത്ത് അടിച്ചിട്ട് ആളാവാൻ വേണ്ടി നോക്കിയതാ. ദൈവം കൊടുത്തതാ. അത് അള്ളാഹു ആവട്ടെ, ഈശ്വരനാവട്ടെ, കർത്താവട്ടെ, ആരും ആവട്ടെ, ദൈവം കൊടുത്തതാ. ആ പാവ മനുഷ്യനെ അടിച്ചതിനുള്ള ശിക്ഷ കിട്ടിയത്. അയാളെ പിന്നെ ഇവളെ പീഡിപ്പിക്കാൻ നോക്കിയെന്ന് വരെ പറഞ്ഞിട്ട് കയറി പിടിച്ചെന്ന് വരെയാണ് പോലീസിൽ പോയിട്ട് കൊടുത്തിട്ട് ഇവർ കൗണ്ടർ കേസ് കൊടുക്കാനൊക്കെ നോക്കിയത്. അയാളെ അടിച്ചിട്ട് ആളാവാൻ നോക്കിയതാ, വൈറലാവാൻ നോക്കിയതാ. കിട്ടി. സൽമാൻ്റെ വീടെന്തായാലും നമ്മൾ ലൊക്കേറ്റ് ചെയ്യും, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അടിക്കാനൊന്നുമല്ല, എന്താണെന്നുള്ളത് അവിടെ അറിയിക്കാനാണ്. മറ്റുള്ളതും പിന്നെ അവളെ വീട്ടുകാർക്ക് വേണമെങ്കിൽ നോക്കട്ടെ. കാരണം 18 വയസ്സായപ്പോൾ തന്നേ തള്ളി അടിച്ചുവിട്ടാണോ അതോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണോ എന്നറിയില്ല. 18 വയസ്സിലെ പിള്ളേർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നവന്മാർ സെക്സ്വലായിട്ട് യൂസ് ചെയ്യുമ്പം ഇവർ കോണ്ടം പോലും യൂസ് ചെയ്യില്ല. പിന്നീട് പ്രഗ്നൻ്റ് ആകാതിരിക്കാനുള്ള ടാബ്ലറ്റ്സ് കൊടുക്കും. ഞാനത് പിന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുമായിട്ട് കൂടി വിളിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വിത്തിൻ 72 hours ഉപയോഗിക്കേണ്ട ടാബ്ലറ്റ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടാവും, ഹോർമോൺ ഡിസോർഡർ ഉണ്ടാവും. അത് അവസാനം പീരിയഡ്സ് കറക്റ്റായിട്ട് വരില്ല, PCODയിലേക്ക് പോകും. പിന്നീട് ഇവർക്ക് പ്രഗ്നൻ്റ് ആവണം തോന്നുന്ന സമയത്ത് പോലും കല്യാണം കഴിച്ചിട്ട് പ്രഗ്നൻ്റ് ആവാൻ കഴിയാത്ത, പ്രഗ്നൻസി ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവും, വന്ധ്യതയിലേക്ക് നീങ്ങും, ഗർഭാശയ ക്യാൻസറിന് സാധ്യതയുണ്ട്. ഇതൊന്നും അറിയാതെയാണ് പോകുന്നത് ഈ കുട്ടികൾ. അതിന് പുറമെ മാനസികമായിട്ട് തീരില്ലേ ഈ സാധനം. ഈ കഞ്ചാവാണ് വലിച്ചെന്നുണ്ടെങ്കിൽ, കഞ്ചാവാണ് വലിച്ചെന്ന് അറിയില്ല. ഇവരെ ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഉടനെ ചെയ്യേണ്ടിരുന്നത് ഇവരെ യൂറിൻ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. കാരണം 6 ടണ്ണിനെ അടിച്ചിരുന്ന വിഷയമുണ്ട്. 6 ടൺ എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം അവർക്ക് ഇന്ന് വന്നാൽ മതി. അവനൊരു പകുതി ബുദ്ധിയുള്ളൂ. പിന്നെ അവരെ കൊണ്ട് ആർക്കും ശരിയില്ല. അവന് ക്രഷ് തോന്നുന്നു പറയുന്നുള്ളൂ. എല്ലാവരും ക്രഷ, ആരെ കണ്ടാലും ക്രഷ, അവതാരകരെ കണ്ടാലും ക്രഷ, ബാക്കിയുള്ളവരെ കണ്ടാലും ക്രഷ, ആരെ കണ്ടാലും ക്രഷ. സെലിബ്രിറ്റികളെ കണ്ടു കഴിഞ്ഞാൽ ആ തോട്ടം വലിയ പരിചയമുള്ള പോലെ തട്ടണം. അവർ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അവരെക്കുറിച്ച് അപ്പം പിന്നെ നെഗറ്റീവ് വീഡിയോസ് ചെയ്യുക. അതൊന്നും നല്ല കാര്യമല്ല. പക്ഷേ ഈ പെരേര എന്ന് പറയുന്നവനെ, അലൻ ജോസ് പെരേര എന്ന് പറയുന്ന അവനെ, ജോസ് എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ പേരും കൂടിയാണ് ജോസ്. അലൻ ജോസ് പെരേര എന്ന് പറയുന്ന അവനേക്കാളും ഈ പിന്നെ അഭിലാഷ് അട്ടായത്തിനേക്കാളും ഒക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ് ആറാട്ടണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തോന്നിവാസം ഇങ്ങനെ നടക്കുന്ന കുട്ടികൾ അവസാനം പോയി പെടുന്ന അപകടത്തിലാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എഴുതി തള്ളി വിട്ടേക്കുക, എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും പോയിട്ട് ചാവട്ടെ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. ഇതിൻ്റെയൊക്കെ പരിക്ക് വരുന്നത് ഈ പെൺകുട്ടികൾക്കാണ്. മറ്റവന്മാർ കൈ തട്ടിങ്ങ് പോവും. ഇനി അഥവാ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ അബോർഷൻ 4 പ്രാവശ്യം വിധേയരാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇവരെ ഫിസിക്കൽ കണ്ടീഷൻ മാറിപ്പോകുന്നേ. ഇതൊക്കെ കൊണ്ടുപോയിട്ട് എത്തുന്ന ഇതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിനകത്ത് റിഗ്രറ്റ് ചെയ്യും. അത് സൈക്കിക് ഡിസോർഡറിലേക്ക് നയിക്കും. എന്തായിരുന്നാലും 6 ടണ്ണിനെ അടിച്ചവർക്ക് കിട്ടിയ നല്ല പണിഷ്മെൻ്റാണ്.
പിന്നെ ഹണി ട്രാപ്പ് കേസിൽ ഇത് കാണുന്നിടത്തെല്ലാം വേണ്ടാത്തതെല്ലാം പോയിട്ട് എന്നിട്ട് അതിൻ്റെ പേരിൽ പൈസ പിന്നെ ഭീഷണിപ്പെടുത്തി മേടിക്കാൻ നോക്കിയതിൻ്റെ പേരിൽ ഈ പോലീസ് അടുത്ത ദിവസം തന്നെ ഇവർ കള്ളക്കേസൊക്കെ ആളട്ടെതിരെ കൊടുത്ത് കോംപ്രമൈസ് ആക്കേണ്ടി വന്നു. ഇപ്പോൾ അവർ പെട്ടിരിക്കുകയാണ്. ഈ ജസ്ലിൻ്റെയും ഈ സൽമാൻ്റെയും പിന്നെ അവരുടെ കൂടെയുള്ള അഭിജിത്തിൻ്റെയും ഫോട്ടോ നല്ല രസം കേട്ടോ. ഭയങ്കര എത്ര വലിയ മതേതരത്തെ ഇനിയിപ്പോൾ ലോകത്ത് കാണാൻ പറ്റില്ല. ജസ്ലിൻ ക്രിസ്ത്യനാണ്, അഭിജിത്ത് ഹിന്ദുവാണ്, സൽമാൻ മുസ്ലിമാണ്. ഞാൻ പറയട്ടെ, ഇത്ര എന്തോ ഒരു പിന്നെ മലയാളത്തിൻ്റെ മതേതര പൈതൃകം എന്നൊക്കെ പറയുന്നത് ഇതാണിപ്പോൾ. ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാം ഒരുമിച്ച് താനി തോന്നിയ ദിവസത്തിന് ഇറങ്ങിയിരിക്കുക. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. ഞാൻ പിന്നെ ഇതൊന്നും നിങ്ങളെ ശ്രദ്ധപ്പെടുത്തണമെന്ന് കരുതി. അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പം ഇന്നത്തെ പിന്നെ ഓൺലൈനിൽ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ അവരുടെ ഫോട്ടോസ് ചെയ്ത് വാർത്തകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സന്തോഷ് വർക്കിയുടെയും പിന്നെ ആ ചെകുത്താൻ എന്ന് പറയുന്ന ഇതേപോലെ തന്നെ ചെകുത്താനോട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ എസെൻട്രിക് ആയി പോയതാ. ഞാനിതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അവരുടെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോസൊക്കെ ഇന്നിരുന്ന് ഇങ്ങനെ കുറേ കണ്ട് ഞാൻ. അതുകൊണ്ട് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ 4-ാം തീയതി വരെ ഫ്രീ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും ഇരുന്ന് കണ്ടതാ. ഏതായാലും കുട്ടികളൊക്കെ പോകുന്ന വഴി വളരെ മോശമാണ്. നമ്മളൊന്നും ഈ വഴിയെ സഞ്ചരിച്ചിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ലോകത്തോട് പറയാൻ ഒരു മടിയില്ലാതെ പറയുന്നുണ്ട്. ഇവരൊക്കെ മാസ്ക് വെച്ചാൽ നിൽക്കണേ. ഈ പ്രായത്തിൽ 18 വയസ്സിലെ കുട്ടി അങ്ങനെ ചെയ്തെങ്കിൽ ഇപ്പോഴൊക്കെ 10-25 വയസ്സാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ 23 വയസ്സിൽ അലൻ പെരേര തനി ഫ്രോഡ് പണി കാണിക്കുന്നുണ്ടെങ്കിൽ അവന് 10-40 വയസ്സാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? തനി ക്രിമിനലുകളായി മാറില്ലേ? കൂടത്തായി ജോളിയേക്കാൾ വലിയ ക്രിമിനലായിട്ട് ഈ ജസ്ലിൻ എന്ന് പറയുന്ന ഇപ്പം കൊച്ചു ചെങ്ങന്നൂർക്കാരി മാറും. സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ചത്തുപോയ സ്വാമിയേക്കാളും വലിയ തനി വൃത്തികെട്ടവനായിട്ട് തനി പിന്നെ ആരെയും എന്തു ചെയ്യാന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞ പ്രായപ്രായമാണെങ്കിൽ അവൻ്റെ അമ്മയാവാൻ പ്രായമുള്ളവളെയാണ്. അതായത് ഇവൻ അമ്മ സുരക്ഷിതയാവുമോ എന്നുള്ളതാണ് ആളെ സംശയിക്കേണ്ടത്. ഇവൻ അതിന് പഠിക്കത്തില്ലല്ലോ ഈ അലൻ ജോസ് പെരേര. ഇവൻ ഈ എന്ത് വിശ്വസിച്ചിട്ട് ഈ അട്ടായത്തിനൊക്കെ വീട്ടിൽ കൊണ്ടുവന്നേ? ഓക്കെ, പറഞ്ഞാൽ കൂടി പോവും. ബാക്കിയുള്ളവരെ വീട്ടിലിരിക്കുന്നവരെ വെറുതെ പറയിപ്പിക്കണ്ടല്ലോ. ശരി, എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ കൂടി പോയെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ ഇവരെ പിന്നെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഇവരുടെ മുഖം ഇതാവുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഈ കെ ചേട്ടൻ്റെ അടുത്ത് നിന്നുകൊണ്ടേ കാണിച്ചു, കൺഫേം ചെയ്ത്. അവർ പറഞ്ഞു 3-ാമത്തെ ഇവൻ തന്നെയാണെന്ന് പറയുന്നത്, ഈ അഭിജിത്ത് തന്നെയാണെന്ന് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു അന്ന് താടിയില്ലായിരുന്നല്ലോ അവനെ. എടാ അന്ന് നമ്മൾ കണ്ട ഫേസ്, ആ കണ്ണൊക്കെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. എനിക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഞാൻ ഇരുട്ടത്തല്ലേ ഉണ്ട്. ഇവർ ആദ്യം തൊട്ടേ ബാറിലിരുന്നപ്പോഴേ നോട്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ ഈ 2 ആൺപിള്ളേരെയും ഈ പെണ്ണിനെയും കൂടെ. എന്തായിരുന്നാലും അവരുടെ അടുത്ത് കൺഫേം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്. മറ്റൊരു 100% കൺഫേംഡാ. എനിക്ക് തന്നെ കൺഫേംഡാ. ഇവൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയമുള്ളൂ. കാരണം ചെറിയ നേരിയ വെളിച്ചത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ അവരോട് വണ്ടി എടുത്ത് പോയി. അതിന് ശേഷം പിന്നെ അതിനകത്ത് വണ്ടി കയറ്റാൻ, ആ ഗ്രൗണ്ടിൽ ഇപ്പോൾ വണ്ടി കയറ്റാൻ അനുവാദമില്ല. 4 വീലർ കയറ്റാൻ പറ്റത്തില്ല, 2 വീലർ കയറ്റാം ഒരു സൈഡിൽ കൂടെ ഒക്കെ. കാരണം അവിടെ രാത്രി കഴിഞ്ഞാൽ ഈ നടക്കാൻ പോകുന്നവരും 10 കളിക്കാരും പോയി കഴിഞ്ഞാൽ 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര രസമുള്ള സ്ഥലം. എന്ത് വേണമെങ്കിലും ഗ്രൗണ്ടിലിരുന്ന് പിന്നെ പിന്നെ അവിടെ പിന്നെ എന്താ പറയുക, സെക്സിൽ ഏർപ്പെടാം. ആരും കാണാനില്ല, ആരും ശ്രദ്ധിക്കത്തില്ല. കുറേ മരങ്ങളുണ്ട്, അതിൻ്റെ തണലുണ്ട്. അമ്മാതിരി സ്ഥലത്താണ് കാറിനകത്തിരുന്നിട്ട് ഇമാതിരി പിങ്കി സെക്സ് നടത്തിയിട്ടുള്ളത്. എൻ്റെ കോഴ്സിലേക്കൊന്നും പോകാനുള്ള അവസരമൊക്കെ കിട്ടിയില്ല. ഇല്ലെങ്കിൽ അതും പോവും. ഇവർ കണ്ടില്ല, പോവുക എൻജോയ് ചെയ്യുക, അതവരെ കാര്യം. 18 വയസ്സ് പറഞ്ഞാൽ സാങ്കേതികമായി പ്രായപൂർത്തിയായിരുന്നുള്ളൂ, മെൻ്റലി പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇവനൊക്കെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവൻ പറയുമ്പോൾ ഹണി ട്രാപ്പിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കുക, ഇവൻ പറയുമ്പോൾ ആറട്ടണിനെതിരെ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ കെണിയിലാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ നാർക്കോട്ടിക് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ കുട്ടി ഇവർ കൊടുക്കുന്ന ലഹരിയുടെ പുറത്താണ് അവരുടെ അടിമയെ പോലെ, അവർ വളർത്തുന്ന പട്ടിയെ പോലെ, ഈ അഭിജിത്തിൻ്റെ സൽമാൻ്റെ പട്ടിയെ പോലെ പെരുമാറുന്നതാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ തന്തയും തള്ളിയാണ് ആലോചിക്കേണ്ടത്. ഇത് അവരുടെ ശ്രദ്ധയിലെത്തിക്കണം. ചെങ്ങന്നൂർക്കാരിയാണ് ജസ്ലിൻ, അവളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഞാൻ ഈ കമൻറ്റിനകത്തും എല്ലാം അവളുടെ ഫോട്ടോ ഇടാം. താഴെ എവിടെയെങ്കിലും എൻ്റെ പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ മതി, ഞാൻ ഫോട്ടോ ഇന്ന് തന്നെ ഇപ്പോൾ അതിനകത്ത് ഇട്ട് തരാം. ഓക്കെ, നിങ്ങൾ സുഹൃത്തുക്കൾ ചെങ്ങന്നൂർക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിക്കണം. ബാക്കി എന്തെങ്കിലും ആവട്ടെ. ഇനി അവർക്ക് ആത്മഹത്യ ചെയ്യാനും കുഴപ്പമില്ലെന്നേ. കാരണം ബാക്കിയുള്ള മനുഷ്യനെ വെറുതെ ദ്രോഹിക്കാൻ പോവുക, ലുല്ലു വന്ന ആറട്ടെണ്ണെ തല്ലുക, ഇപ്പുറത്ത് വേറൊരുത്തനെതിരെ ഹണി ട്രാപ്പിൽ പിന്നെ കുടുക്കിയിട്ട് കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധർ ആത്മഹത്യ ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല, നാണക്കേട് കാരണം. കൂടുതൽ പേര് കുടുങ്ങില്ലല്ലോ.